മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യകളുടെ ആശങ്കാജനകമായ കണക്കുകൾ പുറത്ത്. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 1046 കർഷകർ. ഈ വർഷം ജനുവരി 1 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിലെ കണക്കാണിത്. പോയ വർഷം 2851 കർഷകരാണ് മഹാരാഷ്ട്രയിൽ ജീവനൊടുക്കിയത്. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കഴിഞ്ഞ 5 മാസത്തിനിടെ സംസ്ഥാനത്ത് 1046 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. ഈ വർഷം ജനുവരി 1 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിലെ സർക്കാർ പുറത്തുവിട്ട കണക്കാണിത്. വിവരാവകാശ അപേക്ഷയിൽ നൽകിയ മറുപടിയിലാണ് ഈ വെളിപ്പെടുത്തൽ. ഒരു മാസം ശരാശരി 209 കർഷകരാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. നിരവധി പോരാട്ട സമരങ്ങളിൽ ഉയർന്നു കേട്ടതും ഇനിയും പരിഹാരമായിട്ടില്ലാത്ത ദുരിതകഥകളാണ്. ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ, ഉൽപാദകരായ കർഷകർക്ക് കിട്ടുന്ന വെറും 2 രൂപ കിലോയ്ക്കാണ് ഉള്ളി കിട്ടുന്നത്. 8 രൂപ മുതൽ 10 രൂപ വരെയാണ് 1 കിലോ ഉള്ളിക്ക് കർഷകന് ചിലവ് വരുന്നത്. വിളവുകൾക്ക് വിലയില്ലാതെ കടക്കണിയിലായ തുക്കാറാം പറയുന്നത് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയില്ലെന്നാണ്. खेती नहीं पड़ता, कांदा लगा तो 20 गुंठा तो क्या बारिश आया था नुकसान हो गया. അങ്ങനെയാണ് കൃഷിയിടം ഉപേക്ഷിച്ച് അതിജീവനത്തിനായി നഗരത്തിലെത്തുന്നത്. ഇന്ന് വഴിയാത്രക്കാരുടെ ദാഹം ശമിപ്പിച്ചാണ് തുക്കാറാം കുടുംബം പോറ്റുന്നത്. കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന് കഴിയാതെ പോയാൽ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടും. 2023 മഹാരാഷ്ട്രയിൽ 2851 കർഷകർ ജീവനൊടുക്കി. 2022 ഇതേ കാലയളവിൽ 2942 കർഷകർ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ 2021 2743 കർഷകരും 2020 2547 പേരുമാണ് ജീവനൊടുക്കിയത്. 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച വായ്പാ എഴുതിത്തള്ളൽ പദ്ധതി അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയില്ല. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായ ശേഷം നടത്തിയ ആദ്യ പ്രഖ്യാപനം ഇതായിരുന്നു. आमूलाग्र बदल घडला पाहिजे, त्यांचं जीवन सुखी समृद्ध झालं पाहिजे. की महाराष्ट्रामध्ये शेतकरी आत्महत्या मुक्त महाराष्ट्र झाला पाहिजे. മഹാരാഷ്ട്രയെ കർഷക ആത്മഹത്യരഹിത സംസ്ഥാനമാക്കാൻ പ്രതിജ്ഞയെടുത്ത മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തെ കരയിച്ചത് കർഷകരോഷമാണെന്ന് തുറന്നു സമ്മതിച്ചു. तकलीफ हो गई, ये प्याज की वजह से नासिक की तरफ में प्याज ने रुला दिया. ഉപമുഖ്യമന്ത്രി അജിത് പവാറും തോൽവിയുടെ കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇതുതന്നെ. ദുർബലരായ കർഷകർക്കായി ഒരു സമഗ്ര കർമ്മ പദ്ധതി നടപ്പാക്കാൻ ഒരു ശ്രമവും സർക്കാർ നടത്തിയിട്ടില്ല. എല്ലാം പ്രഖ്യാപനങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങി. കർഷക ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങൾ വിളനാശവും ഇടനിലക്കാരുടെ ചൂഷണവുമാണ്. എന്നാൽ വിളനാശം തടയുന്നതിനോ കൃഷിരീതിയിൽ മാറ്റം വരുത്തുന്നതിനോ പദ്ധതികളൊന്നും ഉണ്ടായില്ല. എല്ലാ നിർണായക കാര്യങ്ങളിലും സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രേംലാൽ തന്നെ ചേരുന്നുണ്ട് ഇപ്പോൾ. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണിത്. ഒരു വർഷത്തെയല്ല, 5 മാസത്തെയാണ് 1046 കർഷകരുടെ മരണം എന്നുള്ള വാർത്ത, ആത്മഹത്യ എന്നുള്ള വാർത്ത. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ സർക്കാരിന്റെ ഒരു സമീപനം എന്താണ്? ഈ വിഷയത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നത് എന്തുകൊണ്ടാണ്? പ്രിയ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ കർഷക ആത്മഹത്യ ഒരു തുടർക്കഥയാകുകയാണ്. പ്രതിദിനം 8 കർഷകർ ആത്മഹത്യ ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വിളനാശവും വിളകളുടെ വില തകർച്ചയുമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഇടനിലക്കാരുടെ ചൂഷണവും. സ്വകാര്യ പണമിടപാടുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും പണമെടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ മറ്റു വഴികളൊന്നുമില്ലാതെ ജീവനെടുക്കുന്നത്. കർഷക ആത്മഹത്യ ഒരു പുതിയ കാര്യമല്ല. വർഷങ്ങളായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മറാഠവാഡ മേഖലയിൽ വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നത് 1000-ലധികം കർഷകരാണ്. ഛത്രപതി സംഭാജി നഗർ, നന്ദേഡ് തുടങ്ങിയ 8 ജില്ലകൾ അടങ്ങിയതാണ് ഈ മേഖല. കഴിഞ്ഞ വർഷവും ഇതേ തോതിൽ ആത്മഹത്യ നിരക്ക് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പൊതുനിക്ഷേപത്തിലുണ്ടാകുന്ന ഇടിവ്, പ്രധാന വ്യവസായങ്ങളുടെ സ്വകാര്യവൽക്കരണം, വിദേശ വ്യാപാരികൾക്കായി കൂടുതൽ സൗകര്യമൊരുക്കുക, കാർഷിക വായ്പകൾ വെട്ടിക്കുറയ്ക്കുക എന്നിവയെല്ലാം കർഷകർക്ക് തിരിച്ചടിയാകാവുന്നതാണ്. ഇതിനായി പലവട്ടം ലോങ് മാർച്ച് അടക്കമുള്ള പല പോരാട്ട സമരങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ സർക്കാർ വിമുഖത കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉള്ളി, പരുത്തി, സോയാബീൻ, തക്കാളി കർഷകരാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. സബ്സിഡി, കാർഷിക വായ്പ എന്നിവയിൽ മാറ്റം വരണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. വിള ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമാക്കണമെന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ച് അടക്കമുള്ള പോരാട്ട സമരങ്ങളിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ 80% സർക്കാർ അംഗീകരിച്ചെങ്കിലും ഒന്നും തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് അശോക് ദാവ്ഡെ കഴിഞ്ഞ മാസം നമ്മളോട് പരാതിപ്പെട്ടത്. ഇത്തരം സമരങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോഴും സർക്കാർ ഇതൊരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുമെങ്കിലും ഒരു കാര്യങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല.
കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ കർഷകർക്ക് അനുകൂലമായ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നടപ്പാക്കുമോ എന്ന് കണ്ടറിയണം. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബജറ്റ് എന്നാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം തേടേണ്ടത് അനിവാര്യമാണ്. പ്രിയ, ശരി, എന്തായാലും മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യയുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. 5 മാസത്തിനിടയിൽ 1046 പേരാണ് ആത്മഹത്യ ചെയ്തത്. സർക്കാർ കാര്യമായ രീതിയിൽ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത് സൂചിപ്പിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധവും അവർ നടത്തുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് പ്രേംലാൽ നൽകിയത്.